ഒരു ടീമും ഇന്നേ വരെ കിരീടം നിലനിർത്തിയിട്ടില്ല. ഒരു രാജ്യവും രണ്ടിൽ കൂടുതൽ തവണ കിരീടം നേടിയിട്ടുമില്ല. ഒരു ആതിഥേയ ടീമും ഇന്നേ വരെ ചാമ്പ്യന്മാരായിട്ടില്ല. ഇത്തവണ ഇന്ത്യ വിജയിച്ചാൽ ഈ പറഞ്ഞ 3 റെക്കോർഡുകളാകും പഴങ്കഥയായി മാറുന്നത്. അതെ, പുരുഷ T20 വേൾഡ് കപ്പിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരുന്ന ആ വലിയ പോരാട്ടം ഇതാ തുടങ്ങിക്കഴിഞ്ഞു. 2026 ICC പുരുഷ T20 വേൾഡ് കപ്പ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയാണ് ഈ ക്രിക്കറ്റ് മാമാങ്കം അരങ്ങേറുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ തുടങ്ങിയ ഈ കുട്ടി ക്രിക്കറ്റ് മാമാങ്കം 10ാം പതിപ്പിലെത്തി നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായത് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടുമാണ്. ഈ 3 ടീമുകളും 2 തവണ വീതം ചാമ്പ്യന്മാരായി. എന്നാൽ പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ശ്രീലങ്ക എന്നീ ടീമുകൾ ഓരോ തവണയും ലോക കിരീടം ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ലോകകപ്പ് അഭിമാന പോരാട്ടമാണ്. 2007 മഹേന്ദ്ര സിംഗ് ധോണിക്ക് കീഴിൽ കന്നി ലോകകപ്പ് ജയിച്ച ഇന്ത്യ നീണ്ട 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് 2024 വീണ്ടും ചാമ്പ്യന്മാരായത്. അത് രോഹിത് ശർമ്മയുടെ കീഴിൽ. ഇത്തവണ സ്വന്തം മണ്ണിൽ കിരീടം നിലനിർത്താൻ സൂര്യകുമാർ യാദവിന്റെ കീഴിൽ നീലപ്പട ഇറങ്ങുമ്പോൾ രാജ്യം മുഴുവൻ ആവേശത്തിലാണ്. ഇത്തവണ ടൂർണമെന്റ് വാർത്തകൾ ഇടം നേടിയത് ചില വിവാദങ്ങളുടെ പേരിൽ കൂടിയുമാണ്. ഇന്ത്യയുമായുള്ള നയതന്ത്ര പ്രശ്നങ്ങളുടെ പേരിൽ ബംഗ്ലാദേശ് ടൂർണമെന്റിൽ നിന്നും പിന്മാറി. സ്കോട്ട്ലൻഡാണ് അവർക്ക് പകരം ലോകകപ്പ് കളിക്കുന്നത്. ബംഗ്ലാദേശിന് പിന്തുണ അറിയിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്തെത്തിയെങ്കിലും അവർ ടൂർണമെന്റ് കളിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ മൈതാനങ്ങളിൽ കളിക്കാൻ വിസമ്മതിച്ച പാകിസ്ഥാന്റെ പ്രാഥമിക മത്സരങ്ങൾ നടക്കുന്നത് ശ്രീലങ്കയിലാണ്. മറ്റൊരു ഉഗ്രൻ വാർത്ത എന്തെന്നാൽ ഫുട്ബോൾ മൈതാനങ്ങളെ കിടിലം കൊള്ളിക്കുന്ന ഇറ്റലിയും ഇത്തവണത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് യോഗ്യത നേടി. അത് ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഇത്തവണയും കിരീടം നിലനിർത്തി ഇന്ത്യക്ക് ഒരു പുതുചരിത്രം എഴുതാൻ സാധിക്കുമോ? അല്ലെങ്കിൽ മറ്റാരായിരിക്കും ചാമ്പ്യന്മാരാവുക? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യുക.